السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, അറബിക് ഗ്രാമർ എന്ന വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുതന്നെ കേട്ടറ്റ് കാറ്റഗറി 3, 4 എന്നീ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെയും ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, അനുബന്ധവും അനിവാര്യവുമായ ചർച്ചകളും. ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം ചെയ്യാം കേട്ടോ. اختر الجملة الصحيحة. اشتريت 13 دفترا. اشتريت 13 دفترا. اشتريت 13 دفترا. اشتريت 13 دفاترا. ഏതാണ് ശരി? ഓക്കെ, ഉത്തരം നോക്കാം. എ എന്ന ഉത്തരമാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. ശരിയാണ്. ഇഷ്തറൈത്തു തലാസത അഷറ ദഫ്തറൻ എന്നുള്ളത് തന്നെയാണ് ശരിയായ ഉത്തരം. എന്തുകൊണ്ട് ബാക്കിയുള്ളത് തെറ്റായി എന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കാം. ഇഷ്തറൈത്തു തലാസ അഷറ ദഫ്തറൻ എന്ന രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റ് വരാനുണ്ടായ കാരണം എന്താ? അതിന് ദഫ്തർ എന്നുള്ള മുദക്കറാണ്. അപ്പൊ സലാസ് എന്ന് വന്ന അങ്ങനെ വരാൻ പാടില്ല, മറ്റേ ഓപ്പോസിറ്റ് ആവണ്ടേ. സലാസത്ത് എന്ന് വേണം അവിടെ. ഓക്കെ, ഈ 13 മുതൽ 19 വരെയുള്ള സംഖ്യകൾ അതതായി വരുമ്പോൾ ആ മഅദൂദിന് അടുത്തുള്ള സംഖ്യ, ഇപ്പൊ ദഫ്തർ എന്ന പുസ്തകം, നോട്ട് പുസ്തകം എന്നുള്ളതാണ് മഅദൂദായ പദം. അതും അതിന് തൊട്ടടുത്തുള്ള അഷർ എന്നുള്ള പദവും ഒരേ ലിംഗത്തിലായിരിക്കണം വരേണ്ടത്. ആദ്യത്തെ ഭാഗം, ഇപ്പൊ സലാത്ത് അഷറ എന്നുള്ളത് ആദ്യത്തെ ജുസ് സലാത്ത് എന്നുള്ളതാണ്, അത് വിപരീത ലിംഗവുമാണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദഫ്തർ എന്നുള്ളത് മുദക്കറായ പദമാണ്. അതിന്റെ തൊട്ടടുത്തുള്ള അഷറ എന്നുള്ള പദം അതിനാൽ തന്നെ മുദക്കറായി, തൊട്ടടുത്തുള്ള പദം അതേ ലിംഗമാണ്. ആദ്യത്തെ പാർട്ടായ സലാസത്ത് എന്നുള്ളത് വിപരീത ലിംഗവുമായി. ഇനി അവിടെ ദഫ്തർ എന്നതിന് പകരം മുഅന്നസായ വല്ല പദവുമായിരുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് ഹഖീബത്ത് എന്നായിക്കോട്ടെ, ബാഗ് എന്നായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് വരിക? അതിന്റെ ശരിയായ രൂപം എങ്ങനെയാ വരിക? വോയിസോ മെസ്സേജോ എന്തും ചെയ്യാം, നിങ്ങൾ റിപ്ലൈ ചെയ്യൂ. اشتريت 13 حقيبة. ഓക്കെ, ഇഷ്തറൈത്തു 13 ഹഖീബത്തൻ. ഹഖീബത്ത് മുഅന്നസാണ്. ഹഖീബത്തിന്റെ തൊട്ടടുത്തുള്ള അഷറത്ത് എന്നുള്ളത് മുഅന്നസാക്കണം. തൊട്ടടുത്തല്ലാത്ത ആദ്യത്തെ സംഖ്യയുടെ ആദ്യത്തെ പാർട്ട് സലാസത്ത് എന്നുള്ള, അല്ലെങ്കിൽ സലാത്ത് എന്നുള്ളത്, അതിനെ വിപരീത ലിംഗമാക്കണം, മുദക്കറാക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ന സാഴി ഫിൽ ഖൈരി കഫാഇലിഹി. നല്ല കാര്യത്തിന് അധ്വാനിക്കുന്ന ആൾ നല്ല കാര്യം ചെയ്യുന്നവനെ പോലെയാകുന്നു. ഏതായാലും ഇതിലെ അസാഴി എന്ന പദം അത് അൽ ഇസ്മുൽ മഖ്സൂർ ആണോ, അൽ ഇസ്മുൽ മൻഖൂസ് ആണോ, അൽ ഇസ്മുൽ മംദൂദ് ആണോ, അൽ ഇസ്മു സാലിം ആണോ? ഇന്ന സാഴി ഫിൽ ഖൈരി കഫാഇലിഹി എന്നുള്ളത് പറഞ്ഞ ആളുകൾ ഉത്തരം എഴുതിയിട്ടുള്ളൂ. സാഴി എന്നുള്ള പദം മഖ്സൂറോ മൻഖൂസോ മംദൂദോ സാലിമോ എന്നായിരുന്നു ചോദ്യം. ഓക്കെ, ഉത്തരം നോക്കാം. സാഴി എന്നുള്ള പദം മൻഖൂസാണ്. അവസാനം യാവും തൊട്ടു മുമ്പുള്ള ഹർഫിന് കസ്റുമായാൽ മൻഖൂസായ ഇസ്മ് എന്നാണ് പറയാറ്. ഖാളി, ജാനി, ഗാസി, റാമി പോലത്തതൊക്കെ മൻഖൂസ് ആയിട്ടാണ് പറയാ. ഇനി മഖ്സൂറായ ഇസ്മിന് ഒരു ഉദാഹരണം പറയോ? ഫത്താ, ഫത എന്നുണ്ട്. ഓക്കെ, കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പോകാം. അൽ ഫത, അൽ ഹുദ, അൽ മുസ്തഫ പോലത്തതൊക്കെ മഖ്സൂറാണ്. അർ റാഴി, അൽ ജാരി, അൽ ഖാദി പോലത്തതൊക്കെ മൻഖൂസാണ്. പിന്നെ അതിൽപ്പെട്ട ഒന്നാണ് മംദൂദ്, അസ്സമാ, അസ്സഹറാ, അൽ ബിനാ. അവസാനം ഹംസും തൊട്ടു മുമ്പ് അലിഫും വന്നതിനാണ് മംദൂദ് എന്ന് പറയാം. മദ് ചെയ്യലപ്പോഴാണല്ലോ ഖുർആനിലൊക്കെ മദ് ചെയ്യല്, ഹംസും തൊട്ടു മുമ്പ് മദ് ചെയ്യുന്നൊരു ഘട്ടം ഹംസും തൊട്ടു മുമ്പ് അലിഫും വന്നാലുണ്ട്. ഓക്കെ, മറ്റൊരു ഓപ്ഷൻ അൽ ഇസ്മു സാലിം എന്ന് പറഞ്ഞതുണ്ട്. അതെന്താണ് അൽ ഇസ്മു സാലിം എന്ന് പറഞ്ഞാൽ? അങ്ങനെ ഒരാളെ പരിചയമുണ്ടോ? സാലിം ഇല്ലത്തോ മഹമൂദ വരാത്ത ഇല്ലത്തോ ചെയ്യണം മഹമൂദ.
ഏതായാലും ഇസ്മിൽ അങ്ങനെ സാലിമില്ല അല്ലെ? ഫേലിലല്ലേ ഉള്ളൂ? ഇല്ലല്ലോ ഉള്ളൂ. ആ ഫേലിലേ ഉള്ളൂ. ഫേലിലെ സാലിം ഉള്ളൂ കേട്ടോ. സാലിമ്, ഗൈറ് സാലിമ് എന്നിങ്ങനെ പ്രാഥമികമായി 2 വിഭാഗമാക്കി തിരിക്കാം. സാലിമ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഹംസോ ഇല്ലത്തിന്റെ ഹർഫോ തളീഫോ വരാത്ത ഫേലുകൾക്കാണ് അൽ ഫേലു സാലിം. സാധാരണ കതബ, ഫതഹ പോലത്തതിനൊക്കെ പറയും. ഗൈറു സാലിം എന്ന് പറഞ്ഞാല് ഹംസ ഉള്ള മഹ്മൂസിന് ഗൈറു സാലിം എന്ന് പറയും. മുളഅഫ്, മദ്ദ, മല്ല പോലത്തെ മറ പോലത്തെ തന്നെ അതിനും ഗൈറു സാലിം എന്ന് പറയും. പിന്നെ വതബ, റമ, വഖ, ലവ, അവ പോലത്തെ മുഴത്തല്ലായ ഫേലിനും ഗൈറു സാലിം എന്ന് പറയും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു സംശയം വന്നിരുന്നു. ജംഅ് ചെയ്യുമ്പോൾ മുദക്കർ മുഅന്നസ് ആവൂലേ എന്ന്. അഥവാ നേരത്തെ എന്തായിരുന്നു നമ്മുടെ ഉദാഹരണം? ദഫ്തർ എന്നുള്ളത്. അപ്പൊ 13 പുസ്തകങ്ങൾ വാങ്ങിയെന്നാണല്ലോ. 13 പുസ്തകങ്ങളാണ്. ദഫ്തർ എന്നതിന്റെ ബഹുവചനം ദഫാത്തിർ എന്നാണ് വരിക. ജമ്മു തക്സീർ ആയിട്ടാണ് വരിക. ജമ്മു തക്സീറിനെ കുറിച്ച് നമുക്ക് പറയാം കേട്ടോ. അങ്ങനെ ഏകവചനം ജമ്മു തക്സീറായി ബഹുവചനമായി വരുമ്പോൾ അതിനെ മുഅന്നത്താക്കിയിട്ട് ഉപയോഗിക്കും. അതാണ് അവിടെ സൂചിപ്പിച്ച സാധനം. പക്ഷെ ഇങ്ങനെ അതതുകൾ എന്നുന്നിടത്ത് അതിന്റെ ഏകവചനം മുദക്കറാണോ മുഅന്നസാണോ എന്നാണ് പരിഗണിക്കുക. ഇപ്പൊ ഈ ഉദാഹരണം നമുക്ക് വേറെ ഉദാഹരണം എടുക്കാം. 7 പേന വാങ്ങി. ഇഷ്തറൈത്തു എങ്ങനെ പറയാ? സബഅത്തു അഖ്ലാമിൻ. ഇഷ്തറൈത്തു സബഅത അഖ്ലാമിൻ. ഓക്കെ. കലമ് എന്നുള്ളത് മുദക്കർ ആണെങ്കിലും അഖ്ലാം എന്നുള്ളത് എന്താണ് സാധനം? മുഅന്നസാണ്. അഖലാമ് ജമ്മു തക്സീറാണ്, മുഅന്നസാണ്. പക്ഷെ അങ്ങനെ ആ അഖലാമ് എന്നുള്ളത് ജമ്മു തക്സീർ ആയതിനാൽ മുഅന്നസായി എന്ന് ഇവിടെ അതതിന്റെ അവിടെ പരിഗണിക്കുകയാണെങ്കിൽ ഇഷ്തറൈത്തു സബ്അ അഖലാമിൻ എന്നല്ലേ പറയേണ്ടിയിരുന്നത്? ഇഷ്തറൈത്തു സബ്അ അഖലാമിൻ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ അതതിൽ അങ്ങനെയല്ല നാം പരിഗണിക്കുക. അതതില് അഖലാമോ കുത്തുബോ തുല്ലാബോ എന്തോ ആയിക്കോട്ടെ, ദഫാത്തിർ, തലാനിസ്, മസാജിദ്, മസാബിഹ് അതൊക്കെ മുഅന്നസാണ് അതിന്റെ ബഹുവചനം. പക്ഷെ അതിന്റെ ഏകവചനം എന്താണെന്നാണ് നോക്കുക. മസാജിദിന്റെ ഏകവചനം മസ്ജിദ്, അഖലാമിൻ്റെത് കലം. അപ്പൊ ഏകവചനം മുദക്കറാണോ മുഅന്നസാണോ എന്നാണ് അതത് മഅദൂദിന് പരിഗണിക്കുക. ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. ശരിബ്തു ഷായ സാഖിനൻ വദഹബതു ഇലൽ മദ്രസത്തി മാഷിയൻ. സാഹിബുൽ ഹാലി ഫി ഹാദിഹിൽ ജുംല. ശരിബ്തു ഷായ സാഖിനൻ, ചായ ചൂടോടെ കുടിച്ചു. ദഹബത്തു ഇലൽ മദ്രസത്തി മാഷിയൻ, മദ്രസക്ക് നടന്നുപോയി. സാഹിബുൽ ഹാലി ഫി ഹാദിഹിൽ ജുംല. 2 ജുംല ഉണ്ട് അല്ലെ? ആയിക്കോട്ടെ, 2ന്റെ സാഹിബുൽ ഹാൽ അവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാക്യത്തിലെ സാഹിബുൽ ഹാൽ ഏതാണ്? അശ്ശായി അൽ മദ്രസ, ശരിബത്തു ദഹബത്തു, അശ്ശായി ദഹബത്തു, ശരിബത്തു മാഷിയൻ. 2 സാഹിബുൽ ഹാല് ഓപ്ഷൻ എല്ലാ ഓപ്ഷനിലും ഉണ്ട്. ആ നിലക്ക് 2 ഹാലും അവിടെ കാണണം. നമ്മുടെ ചോദ്യത്തിൽ 2 ഹാൽ ഉണ്ടായിരിക്കണം. എന്നാലല്ലേ 2 സാഹിബ് ഹാൽ ഉണ്ടാവുള്ളൂ. എന്നാല് ഒറ്റ സാഹിബ് ഹാലിന് ഒരുപാട് ഹാലുകൾ ഉണ്ടാവട്ടോ. 2 സാഹിബ് ഹാൽ ഉണ്ടെങ്കിൽ 2 ഹാൽ അവിടെ കണ്ടിരിക്കണം. അതല്ലെങ്കിൽ ഹാലിന്റെ പദം ദ്വിവചനമായിരിക്കണം, തന്നെ ആയിരിക്കണം. ഓക്കെ, അതൊക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഡിസ്കഷൻ ആണ്. ഓക്കെ, ഉത്തരം ഏറെക്കുറെ ആളുകളൊക്കെ ഉത്തരം എന്നുള്ള നിലക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ സി ആയിരുന്നു ശരിയായ ഉത്തരം. ഒന്നാമത്തെ നോക്കുക. ശരീബത്തു ഷായ സാഖിന്, ചായ ചൂടോടെ കുടിച്ചു. വദഹബത്തു ഇലൽ മദ്രസത്തി മാഷിൻ പറഞ്ഞല്ലോ. ഇതിൽ 2 ഹാലുകൾ ഏതാണ്? ചൂടാണ്. ഹിനൻ
ഒന്ന് മാഷി സാഹിന് എന്നുള്ളതും മാഷിയൻ മാഷി എന്നുള്ളതും. ഇനി ഓരോന്നിനെ നോക്കാം. സാഹിൻ എന്നുള്ളതിനെ പരിശോധിക്കുമ്പോൾ അതിന്റെ സാഹിബുൽ ഹാൽ ഏതാണ്? ഷായ ചായ അല്ലേ? ഓക്കെ, ചായ ഞാൻ കുടിച്ചു. സാഹിനൻ, ഞാൻ ചൂടോടെ എന്നല്ലല്ലോ, ഞാൻ ചൂടായ നിലയിൽ എന്നല്ലല്ലോ. ഞാൻ ചൂടായിക്കണ ചായ കുടിച്ചാലുണ്ടാവില്ല. ചായ ചൂടായ നിലയിൽ നിന്നല്ലേ? ഓക്കെ, അപ്പൊ ചൂടായ ആള് ചായയാണ്. വദഹബത്ത് മദ്രസത്തി മാഷിയൻ, ഇവിടെ ഏതാണ് ഹാല്? മാഷിയൻ മാഷിയൻ എന്നുള്ളത്. ആരാണ് അവിടെ നടന്നത്? എന്താ ഞാൻ നടന്നു. ഞാൻ ആ, നടന്നു. ദഹബത്തു എന്നുള്ളതിലുള്ള ദഹബത്തു എന്നുള്ളതിലെ ഞാൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിവിടെ ദഹബത്തു എന്ന് തന്നെയാണ് കൊടുത്തത്. അതിന്റെ ലമീറിനെ വേർപ്പെടുത്തിയിട്ടില്ല. എന്താ ചോദിച്ചേ? ഓക്കെ, സംശയന്റെ ചോദിച്ചോളൂ കേട്ടോ. അടുത്തതിലേക്ക് പോവാം. ഇപ്പൊ ഫജ്ജർനൽ അർള ഒഴൂന, കെലിമത്ത് ഒഴൂനൻ, അർത്ഥം ഉത്തരം ചെയ്തിട്ട് പറയാട്ടോ. അൽ ഹാല്, അൽ തമീസ്, അൽ മഫ്ഊല്, അൽ മഫ്ഊല് താനി. ഓ ഫജ്ജർനൽ അർള, ഫജ്ജർന എന്ന് പറഞ്ഞാല് പൊട്ടിക്കുക, സ്ഫോടനം ചെയ്യുക എന്നൊക്കെ പറയും. അർള് ഭൂമി, ഒഴൂന് അരുവികൾ. മറ്റേത് അതിന്റെ അർത്ഥം മുഴുവനായിട്ട് പറഞ്ഞാല് പിന്നെ ആർക്കും ഉത്തരം ചെയ്യാൻ പറ്റുന്ന കോലത്തിലാവും. ഓക്കെ, ഉത്തരം നോക്കാം. തമീസാണ്. അപ്പൊ ഫജ്ജർനൽ അർള, ഭൂമിയെ നാം പൊട്ടിച്ചു. ഒഴൂനൻ, കീറി പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഒഴൂനൻ, അരുവികളായ നിലയിൽ. അരുവികളായ നിലയിൽ. അതിന്റെ അർത്ഥം ഒന്നുകൂടി തമീസ് നിങ്ങൾക്ക് വ്യക്തമാവാന് ശരിക്കും അതിന്റെ അർത്ഥം ഉണ്ടാവുക ഫജ്ജർന ഒഴൂനൽ അർളി എന്നുള്ളതാണ്. തഫ്സീറുകളിലൊക്കെ കാണാൻ പറ്റും. ഫജ്ജർന ഒഴൂനൽ അർളി, ഭൂമിയിലെ അരുവികളെ നാം പൊട്ടിച്ചു. പൊട്ടിച്ചു പറഞ്ഞാൽ ഭൂമിയിൽ അടിച്ചപ്പോ ഭൂമിയിൽ ഒരുപാട് അരുവികൾ ഇങ്ങനെ പൊട്ടി പിളർന്നു വന്നു. അതാണ് ഫജ്ജർന ഒഴൂനൽ അർളി എന്നാണ് ശരിക്കും അതിന്റെ ഘടന. പക്ഷെ അത് തമീസ് ആക്കിയിട്ട് പറഞ്ഞു ഫജ്ജർനൽ അർള, ഭൂമിയെ പൊട്ടിച്ചു. ഭൂമിയെ പൊട്ടിക്കാനുള്ള സംഗതി ഇല്ലല്ലോ, ഭൂമിയിലെ അരുവിയെ പൊട്ടിച്ചു എന്നാണ്. അടഞ്ഞു നിന്നിരുന്ന കുറെ അരുവികളുണ്ട്, അതിനോട് പൊട്ടിച്ച് അരുവിയാക്കി മാറ്റി. അപ്പോ ഫജ്ജർന ഒഴൂനൽ അർളയാണ് യഥാർത്ഥ രൂപം. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ തമീസ് ഇല്ല. ഫജ്ജർനൽ അർള എന്ന് വരുമ്പോ ഭൂമിയെ പൊട്ടിച്ചു. ഭൂമിയെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാല് അവിടെ ഒരു മുബഹമായ സംഗതിയാണ് ഭൂമിയെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ. ആ മുബഹമായ അവ്യക്തമായ സംഗതിയെ വ്യക്തമാക്കാനാണ് ഒഴൂനൻ, ഭൂമിയിലെ അരുവിയെ പൊട്ടിച്ചു എന്ന് പറഞ്ഞത്. വേറെ ഉദാഹരണം ഇതിനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ തഫ്സീർ റാസി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ അതുപോലെ ഒരു ഉദാഹരണം കൊടുത്തായിട്ട് കാണാം. ലാക്ക സെയ്ദുൻ ദറാൻ, ലാക്ക സെയ്ദുൻ ദറാൻ, സെയ്ദിന് പ്രയാസം നേരിട്ടു. സെയ്ദിന് പ്രയാസം നേരിടുക എന്നാൽ അവിടെ ശരിയായ രൂപത്തിലല്ല. ലീക്ക് എന്നുള്ള ഒരു സംഗതി സെയ്ദിന് ഡയറക്റ്റ് വരും. സെയ്ദിന് പ്രയാസം നേരിടുന്ന ദറാൻ, സെയ്ദിന്റെ കയ്യിന് പ്രയാസം നേരിട്ടു. കൈ എന്നുള്ളത് കിനായത്തായി ഉപയോഗിക്കുന്ന പദമാണ്, നമുക്കറിയാലോ. ലാക്ക സെയ്ദുൻ ദറാൻ എന്ന് പറഞ്ഞാൽ ലാക്ക ദിർഉഹു അല്ലെ ദർഉഹു എന്നൊക്കെ പറഞ്ഞാല് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ്, അയാളുടെ കയ്യിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ് പദമെങ്കിലും അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ശരിക്കും ലാക്ക ദർഉ സെയ്ദീൻ, സെയ്ദിന്റെ കയ്യിന് പ്രയാസം വന്നു എന്ന് പറയേണ്ടടുത്ത് സാധാരണ ലാക്ക സെയ്ദുൻ ദറാൻ എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഈ ഘടന വന്നിട്ടുള്ളത്. ഓക്കെ, വലഖദ് സയ്യന്ന സമാഅ ബിമസാബിഹ, കലിമത്തുൻ തഹ്തഹ ഖത്ത്, അടിവരയുള്ള പദം, അടിവരയിട്ട പദം. മൻസൂബും ബിൽ ഫത്ഹത്തി, മജ്റൂറും ബിൽ കസ്റത്തി, മജ്റൂറും ബിൽ ഫത്ഹത്തി, ജമീഉൽ ഇജാബാത്തി ഖാത്തിഉൻ. മജ്റൂറും ബിൽ ഫത്ഹത്തിയാണ് ഉത്തരം. സാധാരണ ജർ ചെയ്യാറ് കസ്റത്ത് കൊണ്ടാണ്. ഇവിടെ ബി മസാബിഹിൻ എന്ന് പറയില്ല, ബി മസാബിഹ എന്നാണ് പറയുക. കാരണം എന്താണ്? അത് മുൻതഹൽ ജുമുഅാണ്, മംനൂ മിന സർഫില്. മസാബിഹ് എന്ന പദം മുൻതഹൽ ജം ആണ്.
മുൻതഹൽ ജമ്മാണ്, അങ്ങേ അറ്റത്തെ ബഹുവചനം എന്ന് പറയും. മുൻതഹൽ ജമ്മ മഫായില് എന്നീ രണ്ട് വസന നമ്മള് രണ്ടെണ്ണാണ്. മഫായിൽ എന്നുള്ളതാണ് സാധാരണ പറയാറ്. ബി മസാബിഹ, തൻവീനും ഉണ്ടാവില്ല, ജറ് ഫതഹത്ത് കൊണ്ടും ആയിരിക്കും. ലം യസിലു ളുയൂഫു ഇല്ല സഈദൻ സഈദിൻ സഈദുൻ. സ്ലൈഡ് കാണും. മസാബിഹിന്റെ ആരോ ചോദിച്ചിട്ടുണ്ട്, ഒന്നുകൂടി പറയാം. നമുക്ക് ചില ഗൈർ മുൻസരിഫ് എന്ന് പറയുന്ന ഒരു വിഭാഗം അറബ് ഭാഷയിലുണ്ട്. ഗൈർ മുൻസരിഫ് എന്നാൽ സർഫാക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. സർഫാക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താന്ന് വെച്ചാല് അതിന് തൻവീൻ ഉണ്ടാവില്ല. മസാബിഹുൻ എന്ന് പറയില്ല, മസാബിഹു എന്ന് പറയുള്ളൂ. മസാബിഹൻ എന്ന് പറയില്ല, മസാബിഹ എന്ന് പറയുള്ളൂ. പിന്നെ മസാബിഹു എന്ന് പറയില്ല, മസാബിഹു. തൻവീൻ ഉണ്ടാവില്ല, ഒന്ന്. രണ്ടാമത്തെ ഒരു സവിശേഷത, അതിന് ജറ് ഫതഹത്ത് കൊണ്ടായിരിക്കും എന്നതാണ്. ഗൈറു മുൻസരിഫായ പദങ്ങൾ, ഒരുപാട് പദങ്ങളുണ്ട് ഗൈറു മുൻസരിഫായ പദങ്ങൾ, അതിന് തൻവീൻ ഉണ്ടാവില്ല എന്നതാണ് ഒരു സവിശേഷത. രണ്ടാമത്തത് ജറ് ഫതഹത്ത് കൊണ്ടായിരിക്കും, ജറിന്റെ അർഫാണ്, എന്നിട്ടും ബി മസാബിഹ എന്നാണ്. അവിടെ നസ്ബല്ല, ജറ് തന്നെയാണ്, പക്ഷെ ജറ് ഫതഹത്ത് കൊണ്ടാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഗൈറു മുൻസരിഫിന് ബാധകമാവുക. എന്നാൽ ഗൈറു മുൻസരിഫായ പദങ്ങൾ ഏതൊക്കെ എന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. പല രീതിയിൽ വന്നാൽ ഗൈറു മുൻസരിഫ് ആവാം. അതിന്റെ ഒരു രീതിയാണ് മഫാഇൽ അല്ലെങ്കിൽ മഫാഴീൽ. ഈ രണ്ട് വസനുകളിലായിട്ട്, ഈ രണ്ട് പ്രയോഗങ്ങളിലായിട്ട് ബഹുവചനം രൂപപ്പെടുക, ബഹുവചനം സൃഷ്ടിക്കപ്പെടുക. ഇപ്പൊ മസാബിഹ് എന്ന പദം ഏത് വസനിൽ വന്നതാണ്? മഫാഇൽ വസനിൽ വന്ന ബഹുവചനമാണ് മസാബിഹ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒറ്റൊരു കാരണം മതി ഈ പദം ഗൈർ മുൻസരിഫ് ആവാൻ. ചില പദങ്ങൾ ഗൈർ മുൻസരിഫ് ആവാൻ ഒരു കാരണം ഉണ്ടായാൽ പോരാ, രണ്ട് കാരണം വേണം. പക്ഷെ മഫായിൽ എന്ന വസനിൽ ഏതെങ്കിലും ഒരു വസനിൽ വരിക എന്നുള്ള ഒറ്റ കാരണം ഉണ്ടായാൽ തന്നെ ആ പദം ഗൈർ മുൻസരിഫ് ആകും. അങ്ങനെ ഗൈർ മുൻസരിഫ് ആയതുകൊണ്ടാണ് ഇവിടെ ഫത്ഹത്ത് കൊണ്ട് ജർ ചെയ്തത്. ഓക്കെ, എന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഗൈർ മുൻസരിഫായ പദം 100% സമയത്തും, അഥവാ എല്ലാ ഘട്ടത്തിലും ജറ് കൊണ്ട് ഫത്ഹ് കൊണ്ടായിരിക്കില്ല അതിന്റെ ജറ് ഉണ്ടാവുക. രണ്ട് ഘട്ടങ്ങളിൽ ഒഴികെയാണ്. രണ്ട് സമയത്ത് അതിന് ജറ് കസ്ർ കൊണ്ട് തന്നെ ആയിരിക്കും. അത് ഏതൊക്കെ സമയങ്ങൾ? അതെ, ഒന്ന് മുലാഫായി വരുന്ന സമയത്ത്. ഉദാഹരണത്തിന് നളർത്തു ഇല മസാബിഹിൽ മദ്രസത്തി, നളർത്തു ഇല മസാബിഹിൽ മദ്രസത്തി, മദ്രസയിലെ വിളക്കുകളിലേക്ക് ഞാൻ നോക്കി. അപ്പൊ മസാബിഹ് എന്നുള്ളത് മുലാഫാണ്, മദ്രസത്ത് മുലാഫ് ഇലൈഹിയാണ്. അങ്ങനെ വരുമ്പോ ഒരു മുലാഫായ രീതിക്കാണ് മസാബിഹ് വന്നത് എങ്കിൽ അവിടെ ജറ് കസ്റത്തുകൊണ്ട് സാധാ പോലെ കൊടുക്കും. മറ്റൊന്ന് നളർത്തു ഇലൽ മസാബിഹി, അലിഫ്ലാം കൊടുത്തു, നളർത്തു ഇലൽ മസാബിഹി, അങ്ങനെ അലിഫ്ലാം കൊടുത്താലും ജറ് കസ്റത്ത് കൊണ്ടാണ്. നമ്മുടെ ഈ ഉദാഹരണത്തിൽ തന്നെ വലഖദ് സയ്യന്ന സമാഅ ബിൽ എന്ന അലിഫ്ലാം കൊടുക്കുകയാണെങ്കിൽ, ബിൽ മസാബി, അങ്ങനെ അലിഫ്ലാം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഇറാബ് എങ്ങനെയായിരിക്കും? ജറ് എന്തുകൊണ്ടായിരിക്കും? കസ്റത്ത് കൊണ്ട്. ജറ് കസ്റത്ത് കൊണ്ടായിരിക്കും. മനസ്സിലായല്ലോ അല്ലെ? ഇനി അടുത്തതെല്ലാം യസിലു ളുയൂഫു ഇല്ല സഈദൻ സഈദിൻ സഈദുൻ. ലം യസിലു ളുയൂഫു, അതിഥികൾ എത്തിയിട്ടില്ല, സയ്യിദ് ഒഴികെ. ഓക്കെ, ഉത്തരം നോക്കാം. ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ, അഥവാ സഈദൻ എന്നുള്ളതും ശരിയാണ്, സഈദുൻ എന്നതും ശരിയാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് വന്നതെന്ന് ജസ്റ്റ് നമ്മൾ നോക്കാം. ഈ ഉദാഹരണം, ഇതിലെ മൂന്നാമത്തെ വരി ഉണ്ടല്ലോ, ഇതുപോലെ മനസ്സിലാക്കിയാൽ മതി. മാ സല്ലംതു അലൽ ഖാദിമീന ഇല്ലൽ അവ്വല അവിൽ അവ്വലി. ഇങ്ങനെ അവ്വല എന്ന് നസ്ബായിട്ടും
അവലി എന്ന് ചെറുതായിട്ടും. ഇതാക്കാനൽ മുസ്തസ്ന മിൻഹു മദ്കൂറൻ, മുസ്തസ്ന മിൻഹു പറയപ്പെട്ടു. വക്കാനൽ കലാമു മംഫിയൻ, കലാം മംഫിയാവുകയും ചെയ്താൽ ജാസ ഫിൽ മുസ്തസ്ന ബി ഇല്ല ഐ യുൻസബ അൽ ഇസ്തിസ്നായി വ ഐ യത്ബഅൽ മുസ്തസ്ന മിൻഹു ഫി ഇറാബിഹി. ഒരു പദത്തിൽ അദാത്തുൽ ഇസ്തിസ്ന എന്ന് പറഞ്ഞ ഇല്ലല്ലേ? അതെ. യെസ്. മുസ്തസ്ന ബിഹി ഏതാണ്? അല്ലെ മുസ്തസ്ന, മുസ്തസ്ന ഏതാണ്? മുസ്തസ്ന അവല് അവല് എന്നുള്ള സാധനം. മുസ്തസ്ന മിൻഹു ഏതാണ്? ഖാദിമീന. ഖാദിമീന. മുസ്തസ്ന മിൻഹു ഖാദിമീന. അപ്പൊ ഇതാക്കാൻ മുസ്തസ്ന മിൻഹു മദ്കൂറ, മുസ്തസ്ന മിൻഹു എന്നുള്ള സാധനം പറഞ്ഞു. ഇവിടെ ഖാദിമീന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വക്കാനൽ കലാം മംഫിയൻ, മാ സല്ലംതു മംഫി അല്ലേ? മാ സല്ലമ മുസ്ബത്ത് അല്ലല്ലോ, മംഫിയാണ്. അങ്ങനെ മംഫി ആവുകയും ചെയ്താൽ രണ്ട് ഇറാബ് പറ്റും. ഒന്ന് എങ്ങനെയാണ്? ഇസ്തിസ്ന എന്ന നിലക്ക് ഇസ്തിസ്നാന്റെ അസ്ലിയായ ഇറാബ് നസ്ബാണ്, അങ്ങനെ നസ്ബും ചെയ്യാം. അതല്ലെങ്കിൽ മുസ്തസ്ന മിൻഹു ഫി ഇറാബ്, മുസ്തസ്ന മിൻഹുവെ അതിന്റെ ഇറാബിൽ പിന്തുടരുക. മുസ്തസ്ന മിൻഹു ഖാദിമീന, ഖാദിമീനക്ക് ഇറാബ് എന്താ? ജറ്. ജറ്. അപ്പൊ ആ നിലക്ക് ജറ് കൊടുക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ ഉദാഹരണത്തിലേക്ക് വരാം. ലം യസിലു ളുയൂഫ്, ഇവിടെ മുസ്തസ്ന മിൻഹുനെ പറഞ്ഞിക്കണോ? യെസ്. ളുയൂഫ് പറഞ്ഞു. സയ്യിദ് ഒഴികെയുള്ള അതിഥികൾ. അപ്പൊ സയ്യിദ് അതിഥികളിൽ പെട്ട ആളാണല്ലോ, വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പൊ മുസ്തസ്ന മിൻഹു ആയ സയ്യിദിനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കലാം മംഫിയാണ്. ലം യസിൽ, മാ വസല ലം യസിൽ മംഫി ആണല്ലോ, മുസ്ബത്തല്ല. അങ്ങനെ വരുമ്പോൾ നസ്ബ് കൊടുക്കാം. സയ്യിദൻ എന്നുള്ളത് കൊടുക്കാൻ പറ്റും, കാരണം ഇസ്തിസ്നാഇന്റെ അടിസ്ഥാന ഇറാബ് നസ്ബാണ്. അങ്ങനെയും പറ്റും. പിന്നെ മുസ്തസ്ന മിൻഹുവിന്റെ ഇറാബും പറ്റും. ലം യസിലു ദുയൂഫു, ഇവിടെ ഫായിലല്ലേ, അതിലേക്ക് സയ്യിദുൻ എന്ന ഇറാബും പറ്റും. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. പിന്നെ വേറെ രണ്ടെണ്ണം കൂടി ഇതിലുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. മറ്റു രണ്ട് നിലക്ക് വരുന്ന സാധനങ്ങളുണ്ട്. ഇഖ്തരി ഷാദ മിനൽ ആത്തിയ, താഴെയുള്ളതിൽ നിന്ന് ഒറ്റപ്പെട്ടതിനെ തെരഞ്ഞെടുക്കുക. അഫ്ളല്, അക്രമ്, അഅ്ളമ്, അസ്വദ്. ഓക്കെ, ഇത്ര നോക്കാം. അസ്വദാണ്. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അസ്വദ് ശരിയായത്? സൂപ്പർലേറ്റീവ് ഫോമാണ്. അതെ, മറ്റുള്ള സൂപ്പർലേറ്റീവ് ഫോമാണ്. അഫ്ളൽ തഫ്ളീലാണ്. അസ്വദ് എന്നുള്ളതോ? അത് പിന്നെ ഒരു കളറല്ലേ? അത് സിഫത്താണ്, അജക്റ്റീവ് ആണ് അല്ലെ? അസ്വദ് എന്നുള്ളത് അജക്റ്റീവ് ആണ്, സിഫത്താണ്. നിറങ്ങളൊക്കെ ആ രീതിക്കാണല്ലോ. അഫ്അൽ വസലിലാണ് നിറങ്ങളൊക്കെ സിഫത്ത് വരിക. ബാക്കിയുള്ളതൊക്കെ സൂപ്പർലേറ്റീവ് ഫോമുകളാണ്. ഏറ്റവും നല്ലത്, ഏറ്റവും മുന്തിയത് എന്നുള്ള അർത്ഥമാണ്. അസ്വദ് പറഞ്ഞാൽ ഏറ്റവും കറുത്തത് എന്നുള്ള അർത്ഥമില്ലല്ലോ, കറുത്തത് എന്നുള്ള അർത്ഥമാണ് അതിലുള്ളത്. ഇനി ഏറ്റവും കറുത്തത് എന്ന് വേണമെങ്കിൽ അതിനെ ആക്കാന്നുള്ളൂ. അതിന്റെ അടിസ്ഥാന അർത്ഥം അസ്വദ്, കറുത്തത്. ഓക്കെ. അടുത്തത് അസ്ബഹ ഡാഷ്. നിങ്ങൾ വായിച്ച് ചെയ്യല്ലോ. ഓക്കെ. ഉത്തരം കണ്ടെത്തിക്കണമെങ്കിൽ വായിച്ചു തീരാൻ നോക്കണ്ട കേട്ടോ, പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അല്ലാഴിബാനി നഷീഖൈനി എന്നുള്ളതാണ് ശരിയായ ഓപ്ഷൻ. ഓക്കെ, എല്ലാവരും ശരിയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഡിസ്കഷന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരു 10-40 ആളുകളുണ്ട്. എല്ലാവരും ചെയ്യണേ, ഉത്തരം എല്ലാവരും ചെയ്യണം. നിങ്ങൾ തെറ്റാണെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ തെറ്റ് വന്ന ഉത്തരങ്ങൾ ഉണ്ടല്ലോ, വിശദീകരണം വേണം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഉത്തരം ചെയ്യാതിരുന്നാൽ ചെയ്ത ആളുകൾക്ക് ശരിയാണ് ചെയ്തത്, അതുകൊണ്ട് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഓപ്ഷൻ ബി എന്ന് കാണുന്നുണ്ട്. ഏതായാലും ബി ശരിയാവില്ലല്ലോ. കാരണം എന്താണ്? ഒരു ഓപ്ഷൻ അസ്ബഹന്റെ ഇസ്മിന് റഫ് ആണ് വേണ്ടത്, അല്ലാഴിബാനി എന്നാണ് വേണ്ടത്. ഖബറിന് നസ്ബ് യാവ് കൊണ്ടും റഫ് അലിഫ് കൊണ്ടുമാണ്. മുതന്നക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? ക്ലിയർ ആയില്ലേ? എന്നുള്ളത് മൻസൂബാണ് അല അന്നഹു അദദുൻ മുറക്കബുൻ വ മബ്നിയുൻ അലൽ ഫത്ഹി, അല അന്നഹു തമീസ്, അല അന്നഹു മഫ്ഊൽ, ജമീഉൽ ഇജാബാത്തി. ഓക്കെ. ഇത്തരം നോക്കാൻ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും കൺഫ്യൂഷൻ ഉണ്ട്
ഉണ്ടെന്നും തോന്നുന്നുണ്ട്. ഒന്ന് നമുക്ക് നോക്കണം. ചോദ്യത്തിൽ തന്നെ കൺഫ്യൂഷന് എന്താണ്? എ ആണോ ബി ആണോ എന്നുള്ള കൺഫ്യൂഷന്. ചോദ്യം തന്നെ ഇത്തിരി വിശകാണെന്ന് തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇതിപ്പോ കാറ്റഗറി 3 വന്നതാണ്. ഫജറത്ത് മിൻഹു ഇസ്നത്താ അശറത്ത ഐനൻ. അതിൽ നിന്നും 12 അരുവി പൊട്ടി നിർഗളിച്ചു എന്നാണല്ലോ. ഇസ്നത്താ അശറത്ത എന്നുള്ളത് മൻസൂബുൻ അല. ഇസ്നത്താ അശറത്ത മൻസൂബാണോ? അല്ലല്ലോ. എന്താ വേണ്ടത്? ഇസ്നത്തൈന്നാണെങ്കിലേ മൻസൂബാവുള്ളൂ. ഇസ്നത്തൈന്നാവുമ്പോഴേ മൻസൂബാവുള്ളൂ. ഓൾറെഡി എന്താണ്? മർഫുവാണോ മജ്സൂമാണോ മൻസൂബാണോ? റഫാണ്. ഇൻഫജറത്ത് എന്നുള്ളതിന്റെ ഫായിലാണ്, അതുകൊണ്ട് റഫാണ്. അതല്ലാവട്ടെ, അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട്. പിന്നെ മറ്റൊന്ന് അതത് മുറക്കബാണ്, അത് തർക്കമില്ല. പിന്നെ മബനീൻ അൽ ഫതഹി എന്നുള്ളത് രണ്ടാം പാർട്ട് മാത്രമാണ്. അശറത്ത് എന്നുള്ളത് മബനീൻ അൽ ഫതഹി. അപ്പൊ ഏതായാലും ഓപ്ഷനിൽ വലിയ തകരാറ് കാണില്ല. ഇസ്നത്ത അശറത്ത എന്നുള്ളത് മൻസൂബുൻ അല എന്ന് പറഞ്ഞിടത്ത് ചെറിയ പഴക്കുണ്ടായിരുന്നു. ചോദ്യത്തിൽ വന്നത് തെറ്റാണ്. ഇഖ്തറിൽ ജുംല സ്വഹീഹ. ശരിയായ ജുംല തിരഞ്ഞെടുക്കുക. ഉലിദ അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിൻ സിദ്ദീഖ് ബിമക്ക അൽ മുക്കറമ. ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ, സൂക്ഷ്മമായിട്ട് വായിച്ചാൽ മതി. ഇത്തരം പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. ശരിയായ ഉത്തരം നോക്കണം. ഉലിദ അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിമക്ക അൽ മുക്കറമ. ഓക്കെ, ഭൂരിപക്ഷം ബിന്റെ കൂടെയാണുള്ളത്. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റായത്? അബൂബക്കർ എന്ന് വരില്ലല്ലോ സാറേ. അബാബക്കർ എന്നാണുള്ളത്. അബൂബക്കർ എന്നാണ് വേണ്ടത്. കാരണം എന്താ? അത് ഒരുമിച്ചുള്ളതല്ലേ. അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ എന്നങ്ങ് പറയില്ലേ. അതെ. പറയണ്ടല്ലോ അവിടെ. അപ്പൊ അതിന്റെ ബദലായിട്ട് വരാം അല്ലെ? അങ്ങനെ വരാം, ബദൽ അല്ലെ അത്തുഫ് ബയാൻ, അങ്ങനെയാണ് വരിക. അതെന്താണ്? ഫായിലാണോ? എന്താണ് സാധനം? വന്നതാ അബൂബക്കർ? എന്താണ്? ഈ അമീറുൽ മുഅ്മിനീന്റെ ബദലായിട്ട് വന്നാണോ അബൂബക്കർ? അതെ, ബദലായിട്ട് വന്നതാണ്. അതല്ലേ. ബദല് ആണ്. അമീർ മുഅ്മിനീൻ മുബ്തല് മിൻഹു ആണ്. ഇനി അമീറു എന്നാണല്ലോ. അമീറു എന്ന് പറയുമ്പോ എന്താണ്? ഫായിലാണോ? ഫായിലല്ലേ? ഫായിലാണോ? അതിന്റെ ഫേൽ ഏതാ? ഉലിദ ഫിയല്. വലിത ഫീല് ശരിയാണ്. വലിത ഏത് ഫീലാ? മാറൂഫാണോ മജ്ഹൂലാണോ? മജ്ഹൂല്. വലിത മജ്ഹൂലാവുമ്പോ ഫായിൽ ഉണ്ടാവുമോ? നായിബ് ഫായിൽ എന്നാരോ പറഞ്ഞേക്കോട്ടെ. വലിത എന്നുള്ളത് നായിബ് ഫായിലാണ്. ഇനി വലത എന്നുള്ളതിന്റെ അർത്ഥം എന്താ? വലത എന്ന് പറഞ്ഞാല് ആണോ? ജനിച്ചു. വലത വലിതല്ല കേട്ടോ, വലത. വലത് എന്നല്ല, വലത എന്ന് പറഞ്ഞ ലം യലിദ് എന്ന് പറഞ്ഞാൽ അത് വലം യൂലദ് എന്നുള്ളതാണ്. ജനിക്കപ്പെട്ടിട്ടില്ല. ലം യലിദ് എന്ന് പറഞ്ഞാലോ? ജനിപ്പിച്ചിട്ടില്ല. ജന്മം നൽകിയിട്ടില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്. അള്ളാഹു ഒരാൾക്കും ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, വേറൊരാളും അള്ളാഹ്ക്കും ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അള്ളാഹു പ്രസവിക്കപ്പെട്ടവനല്ല. ഓക്കെ, അപ്പൊ വലത എന്ന് പറഞ്ഞാൽ ജന്മം നൽകുക. വുലിദ എന്ന് പറഞ്ഞാൽ ജന്മം നൽകപ്പെടുക, പ്രസവിക്കുക. ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ വാസ് ബോൺ എന്നല്ലേ പറയല്ലേ? വുലിദ എന്നാണല്ലോ പറയല്ലേ? വാസ് ബോൺ. ഈ വാസ് ബോൺ മജ്ഹൂലായിട്ട് ഉപയോഗിക്കല്. അങ്ങനെ അറബിയിൽ കുറെ പദങ്ങളുണ്ട് മജ്ഹൂലായിട്ട് മാത്രം ഉപയോഗിക്കുന്ന. ഒന്ന് വുലിദ, പിന്നെ ഒഴിജിബ, ആഴ്ജബ യൊഴിജിബു, ഒഴിജിബ. ലൈക്ക് അടിക്കാന്ന് പറയല്ലേ? അതിന് ആഴ്ജബ എന്നല്ല പറയല്ലേ? ഒഴിജിബ ബി. എഴുജാബ് എന്ന് മസ്തർ പറയെങ്കിലും മസ്തർ മജ്ഹൂലായ മസ്തർ മഅറൂഫായ മസ്തർ അല്ലേ? ആഴ്ജബ യൊഴിജിബു എഴുജാബുൻ മുഅ്ജിബുൻ ഒഴിജിബ യൊഴിജബു എഴുജാബുൻ. രണ്ടും ഒരേ മസ്തറാണ്. മജ്ഹൂലിന്റെ മസ്തർ ഒന്ന് തന്നെയാണ്, മഅറൂഫിന്റെ മസ്തർ ഒന്ന് തന്നെയാണ്. അപ്പൊ വുലിദ ഉണ്ട്, പിന്നെ ഒഴിജിബ ഉണ്ട്, പിന്നെ ഏതാ? സന്തോഷിക്കാന്നുള്ളതിന് നമ്മൾ എന്താ പറയല്ലേ? സന്തോഷം. സന്തോഷിക്കപ്പെടുക. സന്തോഷം. അത് മജ്ഹൂലല്ലല്ലോ. മജ്ഹൂലായി വരുന്ന സാധനം. ഞാൻ സന്തോഷവാനാണ്, അങ്ങനെ അതെങ്ങനെ പറയാം? ആ മസ്റൂർ എന്നുള്ള സാധനം മഫ്ഊലാണ്.
ഞാൻ സുരിറാണ്. സന്തോഷിക്കപ്പെട്ടവനാണെന്നല്ലല്ലോ അതിന്റെ അർത്ഥം. ഞാൻ സന്തുഷ്ടനാണെന്നല്ല. അന മസ്റൂർ എന്ന് പറഞ്ഞാൽ ഓക്കെ, അന മസ്റൂർ എന്ന് പറഞ്ഞാൽ ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സന്തോഷിക്കപ്പെട്ടവനാണ് എന്നല്ല. അതിന്റെ ഫീൽ എങ്ങനെ പറയാ? ഞാൻ സന്തോഷിച്ചു. സറർത്തു. സറർത്തു അല്ല കേട്ടോ, സുരിർത്തു. സുരിർത്തു എന്നാണ് പറയുന്നത്. സുരിർത്തു, ഞാൻ സന്തോഷിച്ചു. സറ എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിച്ചു എന്നാണ് അർത്ഥം. സുറ സന്തോഷിപ്പിക്കപ്പെട്ടു. സുരിർത്തു ഞാൻ സന്തോഷിപ്പിക്കപ്പെട്ടു. സുരിർത്തു ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സന്തോഷിച്ചു എന്ന് വരും സുരിർത്തു. അതുകൊണ്ടാണ് അന മസ്റൂറൻ ഞാൻ സന്തുഷ്ടനാണെന്ന് പറഞ്ഞത്. അന സാറുൻ എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷിപ്പിക്കുന്നവനാണെന്നാണ് അർത്ഥം. ഖബറുൻ സാർ എന്ന് പറയുന്നുണ്ടല്ലോ, സന്തോഷകരമായ വാർത്ത എന്ന് പറയല്ലേ, സന്തോഷിപ്പിക്കുന്ന വാർത്ത. ഖബറുൻ സാർ, സന്തോഷിപ്പിക്കുന്ന വാർത്ത. ഖബറും മസ്റൂർ എന്ന് പറയാറില്ല, കാരണം സന്തോഷിത വാർത്ത, സന്തോഷിപ്പിക്കപ്പെട്ട സന്തുഷ്ടനായ വാർത്ത ഇല്ലല്ലോ. അന മസ്റൂർ എന്ന് പറയും, ഞാൻ സന്തുഷ്ടനാണ്. ഓക്കെ, അപ്പൊ എത്രണ്ണായി? ബുലിതായി ഒന്ന്, പിന്നെ ഒഴിജിബ ആണെങ്കിൽ അവിടെ എഴുതി വെച്ചോളി, നമ്മൾ ഇതിൽ ഇല്ലാത്തതാണ്. ബുലിതുണ്ട്, ഒഴിജിബ അത്ഭുതപ്പെടുക അല്ലെങ്കിൽ ലൈക്കടിക്കുക, പിന്നെ സുറ, പിന്നെ മറ്റൊന്ന് ജുന്ന. ഭ്രാന്തൻ എന്താ പറയലേ? മജ്നൂന്. അത് ഇതുപോലത്തെ മഫൂല സാധനമാണ് മജ്നൂന്. ജന്ന എന്നാല് പിരാന്താക്കുക എന്നർത്ഥം, ജുന്ന എന്നാല് പിരാന്താവുക എന്നർത്ഥം. അന മജ്നൂനും, ഞാൻ പിരാന്തനാകുന്നു, മഫൂലാണ് സാധനം. അന ജാന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആളെ പിരാന്തനാക്കുന്നവനാകുന്നു എന്നാണ് അർത്ഥം. അപ്പൊ നാലായി, നാലിന് ഒന്നുകൂടി പറയാം. നമ്മള് വോയിസ് ഇത്തിരി ക്ലിയർ കമ്മി ഉണ്ട് തോന്നുന്നു. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അത് മൂപ്പര് പറഞ്ഞത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു, എനിക്ക് വ്യക്തമായില്ല. ഉണ്ടോന്ന് ചോദിക്കുന്നുള്ളൂ. കേട്ടില്ല. കണ്ടിന്യൂ ചെയ്താലോ? ഉണ്ടോന്നോ ചോദിക്കണോ തോന്നുന്നു. ഫ്യൂൽ ഉണ്ടോന്നോ? അങ്ങനെ എന്തോ ചോദിച്ചു. ഓക്കെ, ഏതായാലും ഒന്ന് എഴുതി വെച്ചോളി. ഒന്ന് വുലിത, അത് മജ്ഹൂലായിട്ട് ഉപയോഗിക്കൂ, വുലിത. മറ്റൊന്ന് ഒഴിജിബ, അത്ഭുതപ്പെട്ടു. ഒഴിജിബുത്തു, ഞാൻ ലൈക്ക് ചെയ്തു. ആ ഫീലിന് പ്രത്യേക നെയിം ഉള്ളതായിട്ട് അറിയില്ല, അതിങ്ങനെയാണ് ഉപയോഗിക്കുക. കാരണം അത് വലതാന്ന് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരൂലേ, ചിലടത്ത് വലതാ ഉപയോഗിക്കേണ്ടി വരും. ഹാദിഹിൽ ബിലാദു വലദത്ത് ഉലമാ, ഈ നാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയെന്ന് പറഞ്ഞെടുത്ത് വലദത്ത് എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ വുലിദ, പിന്നെ ഒഴിജിബ, സുറ, ജുന്ന മജ്നൂന്. പിന്നെ മറ്റൊന്നാണ് ഊലി അ എന്ന് പറയും. ഊലി അ, താല്പര്യമുണ്ടായി. ഊലി എഴുത്തു, അന മൂലൗൻ, എനിക്ക് താല്പര്യമുണ്ടായി. അപ്പോ 5 എണ്ണായി. അലിഫ്, ഹംസുള്ള അലിഫ്, വാവ്, ലാമ്, ഐന്, മുലൗൻ ബി എന്നാ പറയല്. പിന്നെ അപ്പൊ 5 എണ്ണായി. ഇനി ആറാമത്തെ ഒന്നുള്ളത് ഫുജി അ എന്ന് പറയും. ഫുജി അ, ഇനി ഫുജുത്തു ഫി ഉമ്മി, എന്റെ ഉമ്മ മരണപ്പെട്ടു എന്നാണ് അതിനർത്ഥം. ഇനി ഫുജുത്തു, ഫജ എന്ന് പറഞ്ഞാൽ ആഘാതം സൃഷ്ടിക്കുക എന്നാണ്, ആഘാതം സൃഷ്ടിക്കുക. ഇനി ഫുജുത്തു, എനിക്ക് ആഘാതം ഉണ്ടായി, ഫി ഉമ്മി, എന്റെ ഉമ്മയിൽ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ മരണപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അത് ഫുജിയ എന്ന് മജ്ഹൂലായിട്ടാണ് ഉപയോഗിക്കുക. ഫജ എന്ന് പറഞ്ഞാൽ ആഘാതം ഉണ്ടാക്കി, ഫുജിയ ആഘാതം ഉണ്ടായി, ആഘാതം ഉണ്ടായി. ഫജ ആഘാതം സൃഷ്ടിച്ചു, ആഘാതം ഉണ്ടാക്കി, ഫുജി ആഘാതം ഉണ്ടായി. ഇനി ഫുജിയത്തു ഫി ഉമ്മി, അത് ഫുജിയാന്ന് കേട്ട് പിന്നെ ഫി പറഞ്ഞിട്ട് ഒരാൾ മരിച്ചു, എന്റെ പിതാവ് മരിച്ചു എന്ന് ഒരാൾ പറയണമെങ്കിൽ ഇനി ഫുജിയത്തു ഫി അബി, ഇനി ഫുജിയത്തു ഫി അബി, എന്റെ വാപ്പ നിര്യാതനായി. ഓക്കെ, 6 കിട്ടിയല്ലോ. കോമൺ ആയിട്ട് ഇത്ര എണ്ണമാണ് ഉപയോഗിക്കാം. വുലിദ, സുറ, ജുന്ന, ഉജിബ, ഊലിഅ, ഫുജിയ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. അലാമാത്തുൽ ഇറാബി അൽ അസ്ലിയ. ഇതിന്റെ മുന്നത്തെ ആ ഇറാബ് ഒന്ന് പറയോ? ആ ഒരു ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യന്. വുലിദ ഫിഅ്ലു മജ്ഹൂലാണ്. അമീറു എന്നുള്ളത് നായിബ് ഫായിലാണ്. ഓക്കെ, അൽ മുഅ്മിനീന എന്നുള്ളതോ സിഫത്തല്ലേ? ആണോ? ആ മുളാഫിലി നോക്കാം നമുക്ക്. ഓക്കെ, അബു എന്നുള്ളത് ബദലാണ്, അറിഞ്ഞില്ലേ നമ്മള്, ബദലാണ്. അബൂ ബക്കർ എന്നുള്ളതോ
അത് മുദാഫിലേക്ക് മുദാഫ് ആക്കിയാലോ? മുലാഫ് ഇലൈഹിയാണ് ബക്ർ. അബു മുലാഫാണോ ബക്ർ മുലാഫ് ഇലൈഹി. അസുദ്ദി അതെങ്ങനെ വായിക്കും? കൂന്നോ കീന്നോ കാന്നോ? സിദ്ദീഖ. സിദ്ദീഖ ഒരു ഓപ്ഷൻ. പിന്നെയോ സിദ്ദീഖു എന്നാ വരണ്ട കേട്ടോ, അതും ഇതിന്റെ ബദലായിട്ട് വരും. അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് എന്നുള്ളതും മഹാനവറുകളുടെ പേരല്ലേ. അബൂബക്കർ എന്നുള്ളതും മഹാനവറുകളുടെ പേരാണ്. അമീർ ഉമിനി എന്നുള്ളതും മഹാനവറുകളുടെ സ്ഥാനപ്പേരാണ്. സിദ്ദീഖ് എന്നുള്ളതും ലഖബാണ്, സ്ഥാനപ്പേരാണ്. അതൊക്കെ ബദലായിട്ട് ഇങ്ങനെ കൊണ്ടോ? അബൂബക്കർ അസുദ്ദീഖു, അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖു. ബദല് പറഞ്ഞത് മറ്റൊന്നിന് പകരമായി വരുന്നത് ഉം. ഇപ്പൊ വലിത അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞാലും ക്ലിയർ ആണ്. ആ വലിത അസുദ്ദീഖു എന്ന് പറഞ്ഞാലും റെഡിയാണ്, മനസ്സിലാവില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആണെന്നുള്ളത്. അലാമാത്തുൽ ഇറാബിൽ അസ്ലി, വളരെ സിമ്പിൾ ആയ ചോദ്യം. അസ്ലിയായ ഇറാബിന്റെ അടയാളങ്ങളിൽ പെട്ടത് ഒന്നേ ഉള്ളൂ, അതേതാണ്? അൽ അലിഫു, അൻ നസ്ബു, അൽ ഫത്ഹു, ഹദ്ഫുൽ അലിഫി. ഓക്കെ, അൽ ഫത്ഹാണ് ഇതിലുള്ള ഇറാബിന്റെ അസ്ലി അടയാളം. ബാക്കി 3 അടയാളങ്ങൾ കൂടി ഉണ്ടല്ലോ. ജറിന്റെ അസ്ലി അടയാളം ഏതാണ്? കസറത്ത് റഫിൻ്റെത്, ദമ്മത്ത് ജസ്മിൻ്റെത്. ജംഉ കലിമത്ത് ഗുറാബ്. ഗുറാബ് എന്ന പദത്തിന്റെ ബഹുവചനം അഗ്രിബാ, ഗറാബീബ്, ഗറാരീബ്, ഗിർബാൻ. ഓക്കെ, ശരിയാത്തിനാണ് എല്ലാം ചെയ്തത്. ഗുറാബിന്റെ ബഹുവചനം ഗിർബാൻ, കാക്കച്ചിയിലെ കാക്ക. ഓക്കെ, ഇതാക്കാൻ മുലാഫ് മുതന്നൻ. മുലാഫ് ദിവചനമാണെങ്കിൽ, 2 എണ്ണത്തെ കുറിക്കുന്നതാണെങ്കിൽ നൂനും. മുലാഫ് പറഞ്ഞാൽ ഒരു മുലാഫ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് മുലാഫിലേക്ക് ഉണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം. മുലാഫ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് മുലാഫിലേക്ക് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ മനസ്സിലാക്കണേ. തുഹദഫു നൂനു, തുഹദഫുൽ അലിഫു, തുക്കലബുൽ അലിഫു യാൻ, തുക്കലബുൽ അലിഫു വാവൻ. ഓക്കെ, തുഹദഫു നൂനു, നൂന് കളയും. ഒരു ഉദാഹരണം പറയാം. കാത്തിബ സഹീഫത്തി, പത്രത്തിലെ 2 എഴുത്തുകാർ. കാത്തിബാനി സഹീഫത്തി, അല്ലെ കാത്തിബാനി ഇല്ലി സഹീഫത്തി എന്നുള്ളത് ക്ലിയർ ആണ്. ലാമൂടി കൊടുത്താലും പിന്നെ അവിടെ വേറൊന്നും കളയേണ്ട ആവശ്യമില്ല. കാത്തിബാനി ഇല്ലി സഹീഫത്തി, പത്രത്തിന്റെ 2 എഴുത്തുകാർ. ലാമില്ലാതെ കൊടുക്കുകയാണെങ്കിൽ കാത്തിബ സഹീഫത്തി എന്ന് കൊടുക്കുക. നൂന് ഒഴിവാക്കേണ്ടി വരും. കാത്തിബ സഹീഫത്തി, പത്രത്തിന്റെ 2 എഴുത്തുകാർ. ഓക്കെ, ഇഖ്തരിൽ ഖതഅമില്ലാത്തി, അത് കുറച്ച് നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മറ്റൊരു സമയത്താക്കാം. ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.